വയനാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിലേക്ക് ഒരു പകലും ഒരു രാത്രിയും മാത്രമാണ് ദൂരം. ആവേശം നിറഞ്ഞ കലാശക്കൊട്ടിന് പിന്നാലെ നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളാണ് ഇനി. പോളിംഗ് സാമഗ്രികളുടെ വിതരണം തുടങ്ങി. കൽപ്പാത്തി രഥോത്സവം പരിഗണിച്ച് പാലക്കാട് മണ്ഡലത്തിൽ ഈ മാസം 20-നാണ് വോട്ടെടുപ്പ് നടക്കുക. നമുക്ക് പ്രതിനിധികളൊക്കെ ഒപ്പം ചേരുന്നുണ്ട്. ഷിനോജ് ഉണ്ട്. ആദ്യം ഷിനോജിലേക്ക് നമുക്ക് പോകാം. ചേലക്കരയിലാണ് ഷിനോജ് ഉള്ളത്. ഷിനോജ്, ചേലക്കര മണ്ഡലം വളരെ ശക്തമായൊരു പോരാട്ടം നേരിടുന്ന സ്ഥലമാണ്. നിശബ്ദ പ്രചാരണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഈ തെരഞ്ഞെടുപ്പ് സാമഗ്രികളൊക്കെ വിതരണം ചെയ്ത് അതുമായി ഉദ്യോഗസ്ഥർ വിവിധ സ്ഥലങ്ങളിലേക്ക് പോയോ? മോത്തി, നിശബ്ദ പ്രചാരണമാണെങ്കിൽ കൂടി മൂന്ന് മുന്നണികളും പരമാവധി വീട്ടുകൾ കയറി പരമാവധി വോട്ട് ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ്. ഇതിനോടകം തന്നെ 5-6 തവണയൊക്കെ സ്ക്വാഡ് പ്രവർത്തനം ഓരോ വീടുകളിലും വിവിധ മുന്നണികൾ പൂർത്തിയായി കഴിഞ്ഞു. ഒരു തവണ കൂടി അവസാന വട്ടം ഒന്നുകൂടി വോട്ടർമാരൊക്കെ കണ്ട് വോട്ടുറപ്പിക്കുന്നതിന് വേണ്ടി ശ്രമത്തിൽ തന്നെയാണ് മുന്നണികൾ. സ്ഥാനാർത്ഥികളായിക്കോട്ടെ, UR പ്രദീപ്, LDF സ്ഥാനാർത്ഥി UR പ്രദീപ് ദേശമംഗലത്തെ പ്രധാനപ്പെട്ട വീടുകൾ, പ്രധാനപ്പെട്ട പൗരപ്രമുഖരെയൊക്കെ കാണുന്ന തിരക്കിലാണ്. തിരുവല്ലാമലയിൽ NDF സ്ഥാനാർത്ഥി ബാലകൃഷ്ണനുണ്ട്. അവിടെയും ഇത്തരത്തിൽ പൗരപ്രമുഖരെ വീടുകൾ കയറുന്നതൊക്കെ തിരക്കിലാണ് ബാലകൃഷ്ണൻ. രമ്യ ഹരിദാസ് ആകട്ടെ പല പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ കാണുന്നു. അതിനോടൊപ്പം തന്നെ ഈ വരവൂർ മാലിന്യ പ്ലാന്റിൻ്റെ സമീപമുള്ള വീടുകളിലൊക്കെ രമ്യ എത്തുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മുള്ളൂർക്കരയിലുള്ള കാർമൽ മൗണ്ട് കോൺവെന്റിലും രമ്യ അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരും. എന്തായാലും അത്തരത്തിലുള്ള തിരക്കുകളുമായി വേണ്ട സ്ഥാനാർത്ഥികളും വളരെയധികം എൻഗേജിംഗ് ആണ്. എന്തായാലും വളരെയധികം വിഷയങ്ങളൊക്കെ ചർച്ചയായ ഒരു മണ്ഡലം കൂടിയാണ് ചേലക്കര. പ്രത്യേകിച്ച് പ്രാദേശിക വിഷയം മുതൽ മറ്റ് പാലക്കാട് വയനാടുമൊക്കെ വേറെ വിവാദങ്ങളൊക്കെയായിരുന്നു കൂടുതൽ ചർച്ചയായതെങ്കിൽ ചേലക്കര കൃത്യമായ രാഷ്ട്രീയം തന്നെയാണ് ചർച്ച ചെയ്തത്. പ്രാദേശികമായ രാഷ്ട്രീയം മുതൽ വിഷയങ്ങൾ മുതൽ സംസ്ഥാന വിഷയങ്ങൾ വരെ ചേലക്കര വളരെയധികം ചർച്ചയായതാണ്. എന്നാലും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സജീവമായി നിൽക്കുന്നത് കോൺഗ്രസ് കഴിഞ്ഞ ദിവസം ഉന്നയിച്ച പ്രധാനപ്പെട്ട വിഷയമാണ്. അത് കെ രാധാകൃഷ്ണനെ ഒതുക്കി എന്നുള്ള ആരോപണം വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. പ്രത്യേകിച്ച് മാത്യു കുഴൽനാടാണ് ഇതുമായി ബന്ധപ്പെട്ട ആദ്യം ഒരു ആരോപണം ഉന്നയിക്കുന്നത്. അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഈ കൊട്ടിക്കലാശ സമയത്തൊക്കെ കോൺഗ്രസ് വലിയ രീതിയിൽ ഈ സമയം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. കാരണം കൊട്ടിക്കലാശ സമയത്ത് കോൺഗ്രസ് നേതാക്കൾ പൂർണ്ണമായും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രസംഗിച്ചു കൊണ്ടിരുന്നത്. കെ രാധാകൃഷ്ണനെ ഒതുക്കിയതാണ്. മുഖ്യമന്ത്രിക്ക് ഒരു ദളിത് വിരുദ്ധ മനോഭാവമുണ്ട്. അതുകൊണ്ടാണ് ഒരു പട്ടികജാതി മന്ത്രിയെ ഒഴിവാക്കിക്കൊണ്ട് രാധാകൃഷ്ണനെ ഒതുക്കി MP ആക്കി ഡൽഹിയിലേക്ക് അയച്ചു തുടങ്ങിയ ആരോപണങ്ങളൊക്കെ ഉണ്ടായി. അത്തരത്തിൽ ആ രീതിയിലുള്ള വിഷയങ്ങളൊക്കെ തന്നെ മണ്ഡലത്തിൽ ഏറ്റവും അവസാന മണിക്കൂറുകളിൽ ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട്. പ്രതിഫലിക്കുക വോട്ടിലേക്ക് എന്നതാണ് ഇനി കാത്തിരുന്ന് കാണുന്നത്. ഷിനോജെ, നല്ല ദിവസമായിരിക്കട്ടെ. ഷിനോജിനെ നമുക്ക് പാലക്കാട് നിന്നും സ്റ്റെഫിൻ ചേരുന്നുണ്ട്. ഇപ്പോൾ സ്റ്റെഫിൻ, പാലക്കാട് തെരഞ്ഞെടുപ്പ് നീട്ടിവെച്ചതിന്റെ ഒരു സന്തോഷവും ആശ്വാസവും ഒക്കെ അവിടെ ജനങ്ങൾക്കുണ്ട് എന്നറിയാം. കാരണം ആ തേര് ദിവസം തന്നെ തെരഞ്ഞെടുപ്പ് വരുന്നത് അല്പം ബുദ്ധിമുട്ട് തുടക്കത്തിൽ അവർക്കൊക്കെ ഉണ്ടാക്കിയിരുന്നല്ലോ. പ്രചാരണം എങ്ങനെയാണ് പൊതുവിൽ എല്ലാ പാർട്ടികളും മുന്നോട്ട് കൊണ്ടുപോകുന്നത് പാലക്കാട്? മുത്തി, ഇന്ന് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മുന്നണികളും ഈ പിരായിരി ഭാഗത്ത് അല്ലെങ്കിൽ മാത്തൂർ പഞ്ചായത്തുകളിലൊക്കെയാണ് ഇന്ന് ഗൃഹ സന്ദർശനം അടക്കമുള്ള പരിപാടികൾ നടത്തുന്നത്. UDF-ന്റെയും LDF-ന്റെയും സ്ഥാനാർത്ഥികൾ ഇന്ന് ആ പ്രദേശങ്ങളിലാണ് കൂടുതൽ ഗൃഹ സന്ദർശനവും അല്ലെങ്കിൽ ആളുകളെ നേരിട്ട് കണ്ട് വോട്ടുറപ്പിക്കുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമത്തിലാണ് ഉള്ളത്. രാവിലെ മുതൽ തന്നെ അത്തരം കാര്യങ്ങളിലേക്കാണ് പാർട്ടി ഒക്കെ തന്നെ കടന്നിരിക്കുന്നത്. ഇന്ന് ഏതായാലും വലിയ തരത്തിലുള്ള പരിപാടികളൊന്നും തന്നെ ഈ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇപ്പോൾ ഏതായാലും ഈ വരുന്ന 2 ദിവസവും ശ്രദ്ധാകേന്ദ്രമാകുന്നത് വയനാടും അതോടൊപ്പം തന്നെ ചേലക്കരയുമാണ്. നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് കൊണ്ട് തന്നെ കൂടുതൽ നേതാക്കളും ഒരുപക്ഷെ ആ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും ഒരു പ്രവർത്തനം കാഴ്ചവെക്കുക. അതോടൊപ്പം തന്നെ പാലക്കാടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ ഇലക്ഷൻ തിരക്ക് ഇനി ഏതായാലും ഒരു 2 ദിവസത്തേന് ഉണ്ടാകില്ല, അല്ലെങ്കിൽ അടുത്ത 3 ദിവസത്തേന് ഉണ്ടാകില്ല എന്നുള്ളതാണ്. കാരണം എല്ലാ ശ്രദ്ധയും ഇനി പോകാൻ പോകുന്നത് കൽപ്പാത്തിയിലേക്കാണ്. ഇന്നലെ 5-ാം തിരുനാൾ കഴിഞ്ഞു. ഇന്ന് ഈ നാളെ 1-ാം തേരും അതിനുശേഷം മറ്റന്നാൾ 2-ാം തേരും രഥസംഗമം വെള്ളിയാഴ്ചയുമായിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ദിവസങ്ങളിലെല്ലാം ശ്രദ്ധയും ആഘോഷവും ആവേശവും എല്ലാം കൽപ്പാത്തിയിലേക്ക് എത്തുന്ന കാഴ്ചയാണ് പാലക്കാട് ഉള്ളത്.